നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണെങ്കിൽ കോസ്റ്റൽ ഹൈവേയുടെ DPR കൂടി സമർപ്പിക്കപ്പെടുന്നതോടുകൂടി 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായി തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ്. അതിനകത്ത് 35 പാലങ്ങളാണ് ഈ 10 വർഷക്കാലം. 16ഓളം പാലങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെയും ഇന്നുമായി 3 പാലങ്ങളുടെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഓൺലൈനിലൂടെ നിർവഹിച്ചത്. ഇന്നലെ അതിമനോഹര പ്രകൃതി സൗന്ദര്യം കൊണ്ട് അതിമനോഹരമായ രാമഞ്ചിറ പാലമായിരുന്നു. കയ്യൂർ ചീമേനിയും ചെറുവത്തൂരും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാലം. ഇന്ന് രാവിലെ നീലേശ്വരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഒരു പാലമാണ് ഉദ്ഘാടനം സമർപ്പിച്ചത്. ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് വെസ്റ്റേരി പഞ്ചായത്തിലെ കാലിക്കടവ് പാലമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 48ഓളം ശ്രദ്ധേയമായ പദ്ധതികൾ PWD തലത്തിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയുണ്ടായി. 849 കോടി 62 ലക്ഷം രൂപയാണ് ഈ റോഡുകളുടെ നിർമ്മാണത്തിനായി ചെലവഴിക്കപ്പെടുന്നത്. 48 പദ്ധതിയിൽ 36 പദ്ധതികൾ ഇതിനൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ്. 8 പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റികളിലെയും പ്രവർത്തന പുരോഗതി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഫണ്ട് ചെലവഴിച്ചത് പരിശോധിച്ചാൽ, ഒട്ടും മോശമല്ലാത്ത ഫണ്ട് വിനിയോഗിച്ചതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ കഴിഞ്ഞ 2 പഞ്ചായത്താണ് വെസ്റ്റേരി ഗ്രാമപഞ്ചായത്തും ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്തും. വെസ്റ്റേരി ഗ്രാമപഞ്ചായത്തിൽ 413 കോടി 22 ലക്ഷം രൂപയുടെ ഉൽപാദന സേവന പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചത്. ഇത് ഈ ചിറ്റാരിക്കൽ ഉൾക്കൊള്ളുന്ന ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത്, ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് 345 കോടി 70 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് ഈ ഈസ്റ്റേരി പഞ്ചായത്തിലെ ജനങ്ങൾ. ഈ പദ്ധതി പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ കൊടിയുടെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും അതിർവരമ്പുകൾ നോക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ നാടിന്റെ വികസന പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് ആ വികസന പിന്നോക്കാവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ വളരെ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും, ഒരു റോഡ് എന്ന് പറയുന്നത് നമ്മുടെ IT പാർക്ക്, ചീമേനി, ഓടക്കൊല്ലി, ചിറ്റാരിക്കൽ, ഭീമരട്ട് റോഡ് 50 കിലോമീറ്റർ ദൂരമാണ്. 50 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 123 കോടി രൂപയാണ് അതിന്റെ ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചൊരു ഹൃദയരേഖ പോലെ നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു റോഡാണ്. ഒരുപക്ഷെ ഈസ്റ്റേരി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഹൃദയമാകുന്ന ഒരു റോഡ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാവൽ റോഡ്, ആ പാവൽ റോഡിന്റെ പ്രത്യേകത നമുക്ക് അങ്ങനെ ഒരു മെക്കാഡർ റോഡിനെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. ആ പാവൽ റോഡ് ഏതാണ്ട് 18 കോടി രൂപ ചെലവിലാണ് പാവൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മാസങ്ങളേറെ ഏണിച്ചാൽ പാലം, KDP ഉൾപ്പെടുത്തിക്കൊണ്ട് ഏണിച്ചാൽ പാലം എന്നതിലാണ് നമ്മൾ പൂർത്തീകരിച്ചത്. അങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള വികസന പ്രവർത്തനം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മുഴുവൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും PHCകളും ഫാമിലി ഹെൽത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇനി ഒരു PHCയും അപ്ഗ്രേഡ് ചെയ്യാനില്ല. ആ എല്ലാ FHCകൾക്കും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ നമുക്ക് കഴിയും. നോക്കൂ, നിങ്ങൾ ഈ അടുത്താണ് നമ്മുടെ ചിറ്റാരിക്കൽ FHC. അതിമനോഹരമായ കെട്ടിടമാണ്. 3-4 കോടി രൂപയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. KDP ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. നമ്മുടെ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ നമുക്ക് ഈ മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 38 കോടി 15 ലക്ഷം രൂപ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒപ്പം വിദ്യാഭ്യാസ മേഖല 103 പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ മണ്ഡലത്തിൽ നാം ഏറ്റെടുത്തത്. 127 കോടി 62 ലക്ഷം രൂപയായിരുന്നു അതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടത്. 70 പദ്ധതികൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വ്യാപകമായും സർക്കാർ വിദ്യാലയങ്ങളെ സംബന്ധിച്ച് സ്കൂൾ കെട്ടിടങ്ങളില്ലാത്ത, സൗകര്യമുള്ള കെട്ടിടങ്ങളില്ലാത്ത ഒരു സ്കൂൾ പോലും നമ്മുടെ ഇല്ല. നമ്മുടെ ഈസ്റ്റേരിയിലെ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് ഈ 10 വർഷക്കാലം കൊണ്ട് 7.5 കോടി രൂപയോളം
അല്ലേ? 7.5 കോടി രൂപയോളമാണ് നമുക്ക് കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭ്യമായത്. അങ്ങനെ യു പി സ്കൂളായാലും സർക്കാർ ഹൈസ്കൂളായാലും LP സ്കൂളായാലും നമ്മുടെ മണ്ഡലത്തിൽ ഒരു GLP സ്കൂളിൽ ലിഫ്റ്റുള്ള സ്കൂളാണ്. നീലേശ്വരം തളിയമ്പലത്തിനടുത്തുള്ള ഗവൺമെന്റ് LP സ്കൂളിൽ ലിഫ്റ്റ് സമ്പ്രദായമുണ്ട്. 3 കോടി രൂപ ചെലവിൽപ്പെടുത്തുന്ന കെട്ടിടം. ഇന്ന് രാവിലെ 2 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിടയായി. ആ സ്കൂൾ കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാൽ നമ്മുടെ നാട്ടിലെ LP സ്കൂളുകളെല്ലാം തന്നെ പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചു. ആ സ്കൂളുകളുടെ കൂട്ടത്തിലായിരുന്നു കയ്യൂർ സിമന്റ് പഞ്ചായത്തിലെ 3 സ്കൂളുകൾ: ചെറിയാക്കര, വള്ളാട്ട്, പുലിയന്നൂർ. ആ 3 സ്കൂളുകളും അൺഎക്കണോമിക് ആയപ്പോൾ അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കയ്യൂർ സിമന്റ്. ഞങ്ങളുടെ പഞ്ചായത്ത് തന്നെ ഒരു ജനകീയ സമരം ഏറ്റെടുത്തു. അൺഎക്കണോമിക് എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കളുടെ വിദ്യ നിഷേധിക്കുന്ന അത്യന്തം അപകടകരമായ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കേരളത്തിലാകമാനം വലിയ പ്രതിഷേധമായിരുന്നു. അങ്ങനെ ഒരു ജനകീയ പ്രതിരോധ കമ്മിറ്റി കേരളത്തിലുണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ എന്നത് വിദ്യാഭ്യാസ വിശേഷണം കൂടിയായിട്ടുള്ള ഡോക്ടർ നൈനാൻ കോശിയായിരുന്നു. ആ ഡോക്ടർ നൈനാൻ കോശി ചീമേനിയിലെത്തി 1500-ലധികം വിദ്യാഭ്യാസ പ്രേമികൾ പങ്കെടുത്തുള്ള വലിയ ജനകീയ പ്രതിരോധ കൺവെൻഷൻ നടത്തി. അങ്ങനെയാണ് അന്ന് സർക്കാർ അങ്ങനെ സമരം കേരളത്തിലായി വ്യാപിപ്പിച്ചപ്പോഴാണ് സർക്കാർ ആ ഉദ്യമത്തിൽ നിന്ന് പുറകോട്ട് പോയത്. ഇന്ന് ആ സ്കൂൾ, ചെറിയാക്കര GLP സ്കൂൾ, ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികവുള്ള വിദ്യാലയങ്ങളായിട്ട് മാറി.